ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളെ കുറിച്ച് വേദനിക്കാനും കരയാനും അവളുടെ അമ്മയുണ്ട്. മമ്മിയെ ചതിച്ചവളുടെ മകളാ അവള്. മമ്മിയുടെ മനസ്സില് അത് മാത്രാ ഉണ്ടാവേണ്ടത്. മനസ്സിലായോ? എന്നെ ഒന്ന് വെറുതെ വിടാൻ പറഞ്ഞില്ലേ രാധ? എന്തിനൊരാളെ ഇത്രമാത്രം ടോർച്ചർ ചെയ്യുന്നേ? തങ്കം, കൃഷ്ണ നവീനെ സ്നേഹിക്കണമെന്നും നവീനോടൊപ്പം ജീവിക്കണമെന്നും അങ്ങനെയല്ലേ തങ്കം ആഗ്രഹിച്ചത്? ആ, അവളിപ്പോ നവീനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. നവീനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അവക്കിപ്പോ ചെയ്യാൻ പറ്റില്ല. തങ്കം, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്ക്. കൃഷ്ണമോളെ ഈ പരീക്ഷണം അതിജീവിക്കും. തങ്കം ആഗ്രഹിക്കുന്ന പോലെ നവീനും കൃഷ്ണയും സുഖമായിട്ടൊരു കുടുംബജീവിതം നയിക്കും. വേഷം കെട്ടിക്കാൻ വേണ്ടി കൃഷ്ണ ഇവിടെ കൊണ്ടുവന്നപ്പോ തന്നെ ഞാനും സുനന്ദയും അത് ആഗ്രഹിച്ചു തന്നെയാ. ഈശ്വരൻ വിധിച്ചിരിക്കുന്നതേ അവരൊന്നിച്ച് ജീവിക്കാനാ. അതിനൊരു മാറ്റവും വരില്ല. എനിക്കറിഞ്ഞൂടാ. എന്നും ദൈവത്തിന്റെ വിധിക്ക് മുമ്പിൽ പകച്ചു നിന്നിട്ടേ ഉള്ളൂ ഞാൻ. എന്റെ ജീവനല്ലാതെ ദൈവങ്ങൾക്ക് പകരം കൊടുക്കാൻ ഒന്നുമില്ല എന്റെ കയ്യില്. എന്റെ മോളെ അവർ തന്നെ രക്ഷിക്കട്ടെ. മമ്മി, മമ്മിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? ഈ സർപ്പബലി കഴിഞ്ഞ എന്താ മമ്മി പ്ലാൻ ചെയ്തിരിക്കുന്നത്? മമ്മിയുടെ മുന്നില് 2 ചോയ്സ് ഉണ്ട്. ഒന്ന്, സർപ്പബലിക്കിടയിൽ മരിച്ചുപോയത് ഞാനല്ല കൃഷ്ണയാണെന്നുള്ള കാര്യം എല്ലാവരുടെ മുന്നിലും ബോധ്യപ്പെടുത്തും. കളരിക്കൽ തറവാടിന്റെ ശാപം തീർന്ന നിലയ്ക്ക് കൃഷ്ണയുടെ മരണത്തിൽ അവര് വേദനിക്കാനൊന്നും പോകുന്നില്ല. എന്നെ സ്വീകരിക്കാനും അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ, കൃഷ്ണയുടെ മരണം ആരും അറിയിക്കാതെ എല്ലാം അവസാനിച്ച കളരിക്കലിലേക്ക് പകരം എന്നെ അയക്കാം. ഏതാ മമ്മി ചൂസ് ചെയ്യുന്നേ? ഗാഥം, മോള് മുറിയിലേക്ക് പോ. മമ്മി പറ മമ്മിയുടെ തീരുമാനം. അത് അറിഞ്ഞിട്ട് വേണം എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. എന്ത് തീരുമാനം? അതായത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആദിത്യൻ. അവനെ ചില ആളുകളെയൊക്കെ പരിചയമുണ്ട്. എന്ന് വെച്ചാ എന്തും ചെയ്യാൻ തയ്യാറുള്ള കുറേ ആളുകൾ. ഞാൻ അവനോട് ഈ കാര്യം പറഞ്ഞപ്പോ അവൻ എന്നോടൊരു ഐഡിയ പറഞ്ഞു. അതായത് സർപ്പബലി നടക്കുന്ന സമയത്ത് അവൻ ചില ആളുകളെയൊക്കെ അറേഞ്ച് ചെയ്യും. നമ്മൾ കരുതുന്നത് പോലെ സർപ്പം പ്രത്യക്ഷപ്പെടുകയും കൃഷ്ണയെ കൊല്ലുകയും ചെയ്തു കഴിഞ്ഞാ ആ നിമിഷം ബോഡി അവരെടുത്ത് മാറ്റിക്കോളും. ഒരാള് പോലും അറിയാതെ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അവരോട് നമ്മൾ ഈ കാര്യക്ക് നേരത്തെ പറയണം. മമ്മി ഒരു വാക്ക് പറഞ്ഞാ ഇപ്പൊ തന്നെ ഞാൻ അവരോട് റെഡിയായിട്ടിരിക്കാൻ പറയാം. എനിക്കൊരൽപ്പം സ്വസ്ഥത തരാവോ? മമ്മി വീണ്ടും വീണ്ടും അവളെ കുറിച്ച് ചിന്തിക്കാണോ? അതിന്റെ ഒരു ആവശ്യമില്ല എന്റെ മമ്മി. അവളെ കുറിച്ച് വേദനിക്കാനും കരയാനും അവളുടെ അമ്മയുണ്ട്. മമ്മിയെ ചതിച്ചവളുടെ മകളാ അവള്. മമ്മിയുടെ മനസ്സില് അത് മാത്രാ ഉണ്ടാവേണ്ടത്. മനസ്സിലായോ? എന്നെ ഒന്ന് വെറുതെ വിടാൻ പറഞ്ഞില്ലേ രാധ? എന്തിനൊരാളെ ഇത്രമാത്രം ടോർച്ചർ ചെയ്യുന്നേ? മമ്മി അല്പം കൺഫ്യൂഷനിലാ. പക്ഷെ മമ്മിയുടെ മനസ്സിലെ വ്യക്തമായൊരു തീരുമാനം കാണും.
സിനി ചേച്ചിയോട് മമ്മി എന്തെങ്കിലും പ്ലാനിങ് പറഞ്ഞിട്ടുണ്ടോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞ തന്നെ നിങ്ങളൊന്നും വാ തുറന്ന് പറയില്ലല്ലോ. മമ്മിയുടെ രഹസ്യങ്ങൾ മുഴുവനും കെട്ടിപ്പൊതിഞ്ഞോണ്ട് നടക്കല്ലേ. മമ്മി അവളെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ സിനി ചേച്ചി ഒന്ന് പറഞ്ഞേക്ക്. അവള് മരിക്കാനുള്ള കാരണം അത് തന്നെയായിരിക്കും. സർപ്പബലിക്കായിട്ട് കൃഷ്ണ ഒന്ന് ഒരുങ്ങി കിട്ടിയാ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് നടത്തും. മമ്മിക്കുള്ളതുപോലെ കുറ്റബോധവും സങ്കടമൊന്നും എനിക്കില്ല. മമ്മിയുടെ കാര്യത്തില് മമ്മി എല്ലാം വെട്ടിപ്പിടിച്ചതല്ലേ. ഇനി അവസരം എനിക്കാ. വെട്ടിപ്പിടിക്കേണ്ടത് ഞാൻ വെട്ടിപ്പിടിച്ചോളാം. നവീന്റെ വാക്ക് ഞാൻ അനുസരിക്കാത്തതില് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? തന്നോട് ആർക്കാടോ ദേഷ്യപ്പെടാൻ പറ്റാ? എന്റെ ജീവന് ആപത്തുണ്ടെന്നറിഞ്ഞപ്പോ സ്വന്തം ജീവൻ മറന്നു കളഞ്ഞതല്ലേ താൻ? എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, അച്ഛനും മുത്തശ്ശിക്കൊക്കെ വേണ്ടി വേറെ ആരോടും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക? നവീൻ, ഇത്രയും കാലം പൂജിച്ച ദൈവങ്ങളെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അവരുടെ ശക്തിയില് എനിക്ക് ഉറപ്പുണ്ട്. നവീന്റെ ജീവൻ ഞാൻ രക്ഷിക്കും. തന്നെ എതിർക്കാനുള്ള ശേഷി പോലും എനിക്കില്ലാതാക്കി കളഞ്ഞല്ലോ താൻ. പക്ഷെ ഒരു കാര്യത്തെ മനസ്സിൽ വെച്ചോ കഥ, ഈ സർപ്പബലിയില് തനിക്ക് എന്തെങ്കിലും സംഭവിച്ച അതിനപ്പുറം ഒരു നിമിഷം പോലും നവീൻ ജീവിച്ചിരിക്കില്ല. നവീൻ, ഇത്രയും ദിവസം താൻ എനിക്ക് തന്ന സ്നേഹം എന്റെ ഉള്ളിൽ നിറയുണ്ടാവും. ഞാൻ സന്തോഷത്തോടെ ഇരിക്കാം. ചിലപ്പോഴൊക്കെ തമാശയ്ക്ക് നമ്മൾ പറയാറില്ലേ, മരണത്തിൽ ഒരുമിക്കാന്ന്. അതാണ് വിധിയെങ്കിൽ അത് നടക്കട്ടെ. നമ്മൾ പിരിയില്ല, മരണം കൊണ്ട് പോലും പിരിയില്ല. അത്രയ്ക്കും ഒന്നായി കഴിഞ്ഞു നമ്മൾ. മമ്മി, നമ്മൾ എപ്പോഴാ സർപ്പബലിക്ക് പോകുന്നേ? സമയാവുക, മോള് റെഡി ആയിക്കോ. നവീന്റെ വധുവായിട്ട് ഞാൻ കളരിക്കലേക്ക് കയറാൻ പോവല്ലേ. ഞാനന്ന് തയ്യാറാക്കി വെച്ചിരുന്ന ആ ഡിസൈനർ സാരിയില്ലേ, അത് എടുക്കട്ടെ? വേണ്ട.